ആർട്ടിക്കിൽ മഞ്ഞുരുകാൻ തുടങ്ങിയതോടെ ഹിമക്കരടികൾ കഷ്ടത്തിലാണ്. ഐസ് ഉരുകുന്നതിനാൽ ഇരകളെ ഇപ്പോൾ പഴയ പോലെ കിട്ടാനില്ല. നമ്മൾ ഈ കാലാവസ്ഥാ മാറ്റത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. വിശപ്പടക്കാൻ ബെറിപ്പഴങ്ങളും പക്ഷിമുട്ടകളുമാണ് ഹിമക്കരടികൾക്ക് ആശ്രയം. അഞ്ജലി ജോൺ ചേരുന്നു. അഞ്ജലി, ഗുഡ് മോർണിംഗ്. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ, അപ്പോഴാണ് അടുത്ത റിപ്പോർട്ട് നമ്മൾ ഈ പങ്കുവയ്ക്കുന്നത്. കാലാവസ്ഥ മാറ്റത്തെ തുടർന്ന് എല്ലാ ജീവജാലങ്ങളും കഷ്ടപ്പാടിലാണ്, കൂട്ടത്തിൽ ഹിമക്കരടിയും, അല്ലേ അഞ്ജലി? അതെ, ഈ മഞ്ഞില്ലാതെ നമ്മൾ ഒരിക്കലും പോളാർ ബീറുകളെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്തിടെ ഒരു പഠനം നടന്നിരുന്നു. ഏകദേശം 20ഓളം പോളാർ ബീറുകൾ എടുത്താണ് അവർ ഈ ഒരു പഠനം നടത്തിയത്. അതിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ ജീവിക്കുന്നത് ചെറിയ ചെറിയ ബെറിപ്പഴങ്ങളും അതുപോലെ തന്നെ പക്ഷികളുടെ മുട്ടകളും കഴിച്ചാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നത്. അത് നമ്മളെ വളരെയധികം ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. എവിടെ നോക്കിയാലും ഇപ്പോൾ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് എപ്പോഴും ഈ നീർനായ്ക്കളെ കഴിക്കുക എന്നുള്ളതാണ്. അതിനെ വേട്ടയാടുക, അതിനെ കഴിക്കുക, ഇതിന് പിന്നാലെ അങ്ങനെ ആണ് അവർ ജീവിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി ഉയർത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിക് മേഖലയിൽ ഇപ്പോൾ മഞ്ഞുരുകുന്ന ഒരു കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏത് നാട്ടിൽ നോക്കിയാലും കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളി, ഒരു ചോദ്യചിഹ്നമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആളുകളിൽ, മനുഷ്യന്മാരിൽ മാത്രമല്ല മൃഗങ്ങളിലും വലിയ രീതിയിൽ പ്രതിസന്ധി ഉയർത്തുകയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും